അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചക ഖബറിടത്തിലെ പച്ച കുബ്ബയുടെ യഥാർത്ഥ ചരിത്രമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 7 നൂറ്റാണ്ടുകാലം അവിടെ യാതൊരുവിധ കുബ്ബയും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് തുർക്കി ഭരണാധികാരികളാണ് നബിയുടെ ഖബറിന് മുകളിൽ കുബ്ബ പണിതതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. സുൽത്താൻ ഖലാവൂനിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായി ഇത് നിർമ്മിതമായത്. വകാന ലൗനുഹ അവലം ബിലൗനിൽ ഖശബ്. ആദ്യ സമയത്ത് അതിന്റെ വർണ്ണം മരത്തിൻ്റെതായിരുന്നു. ثم صارت باللون الابيض ثم اللون الازرق ثم اللون الاخضر واستمرت عليه الى الان. പിന്നീട് അത് വെള്ളയും നീലയും ഇപ്പോൾ പച്ചയുമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ഹിജ്റ 1253 സുൽത്താൻ അബ്ദുൽ ഹമീദ് അൽ ഉസ്മാനിയാണ് ഇതിന് പച്ചവർണ്ണം നൽകാൻ ആദ്യമായി കൽപ്പിച്ചതായി കാണാൻ സാധിക്കുന്നത്. ثم لم يزل يجدد صبغها بالأخضر كلما احتاجت لذلك إلى يومنا هذا. പിന്നീട് അങ്ങോട്ട് ഈ കുബ്ബയുടെ വർണ്ണം പച്ചവർണ്ണമായിരുന്നു എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വസുമിയത് ബിൽ ഖുബ്ബത്തിൽ ഖദ്റാ ബഅദ സുബിഹ ബിൽ അഖ്ളർ വകാനത് തുറഫ് ബിൽ ബൈദാ വൽ ഫൈഹാ വസ്സർഖാ. മുമ്പ് ഇത് വെള്ള കളറിലും നീല കളറിലുമെല്ലാം ആയിരുന്നെങ്കിലും ഇപ്പോൾ അത് പച്ചക്കുബ്ബ എന്നുള്ള പേരിൽ അറിയപ്പെടാനുള്ള കാരണം ഇതാണെന്ന് ഫുസൂലും മിൻ താരിഖിൽ മദീന അൽ മുനവ്വറ എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന ഇസ്തിംറാർ ഹാദിഹിൽ ഖുബ്ബ അലാ മുദ 8 ഖുറൂൻ ലാ യഅനി അന്നഹ അസ്ബഅത് ജായിസ വലാ യഅനി അന്ന സുകൂത അൻഹ ഇഖ്റാറുൻ ലഹ ഔ ദലീലുൻ അലാ ജവാസിഹ ബൽ യജിബു അലാ ഉലാത്തിൽ മുസ്ലിമീൻ ഇസാലത്തുഹാ വഇആദത്തുൽ വളി ഇലാ മാ കാന അലൈഹി ഫി അഹ്ദിൻ നുബുവ. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ഈ കുബ്ബയെ കുറിച്ച് വിശദീകരിക്കുന്നത് 8 നൂറ്റാണ്ടുകാലം ഈ കുബ്ബ നിലനിന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ജായിസാണ്, അനുവദനീയമാണ് എന്നുള്ളതല്ല. മറിച്ച് ഇതിൽ മൗനം ദീക്ഷിക്കുന്നത് അത് അംഗീകരിക്കുന്നു എന്നുള്ളതുമല്ല, അത് അനുവദനീയമല്ല എന്നുള്ളതാണ് പ്രവാചക ചര്യയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, മുസ്ലിം ഭരണാധികാരികൾ അത് നീക്കം ചെയ്യൽ അനിവാര്യമാണെന്നുകൂടി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. പക്ഷേ അത് നിലനിൽക്കുന്നതിന്റെ അർത്ഥം, അഥവാ ഇപ്പോഴും ആ കുബ്ബ നിലനിൽക്കുന്നതിന്റെ അർത്ഥം ആളുകൾക്കിടയിൽ ഫിത്ന ഭയപ്പെട്ടത് കൊണ്ടാണെന്നുകൂടി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പ്രവാചക കാലഘട്ടത്തിലേക്ക് മടങ്ങുമ്പോൾ അവിടെ കുബ്ബയുടെ ആവശ്യമില്ല, അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള യാതൊരുവിധ അലങ്കാരത്തിന്റെയും ആവശ്യമില്ല എന്നുകൂടി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്.